ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്രീം വെച്ചിട്ടാണ് ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ആവിയിലാണ് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ അത്യാവശ്യം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു പാത്രമോ ഒന്ന് ഇറക്കി വെക്കാം കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ഹൈറ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കേക്ക് ടിൻ ഇറക്കി വെക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പാത്രം ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് നമ്മൾ കേക്കിൻ്റെ പാത്രം വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ അതുകൊണ്ട് ഇത് അടച്ചിട്ട് നമുക്കിത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലിയ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുക്കാം. ഞാനിപ്പോൾ ബോർബോണിൻ്റെ 150 ഗ്രാമിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ ക്രീം ബിസ്ക്കറ്റാണ്, ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. കുറച്ച് ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഓറിയോ ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റിനെ നന്നായിട്ട് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിന് അത്യാവശ്യം നോർമലായിട്ടുള്ള മധുരമായിട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മധുരമൊന്നും ചേർത്തിട്ടില്ല, ഇത് നന്നായി പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ നന്നായി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാല് തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള പാലാണ്. 1/2 കപ്പ് പാലാണ് വേണ്ടത്. പക്ഷെ അത് ചേർക്കുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബിസ്ക്കറ്റ് അനുസരിച്ചൊക്കെ പാലിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് നോക്കുക കേട്ടോ, ഒരുമിച്ച് ഒരിക്കലും പാല് ചേർക്കരുത്. അപ്പോൾ എനിക്കിപ്പോൾ 1/2 കപ്പ് പാല് കറക്റ്റായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ യോജിപ്പിച്ച് ഇത് അത്യാവശ്യം കുറച്ച് കട്ടിയുള്ളൊരു ബാറ്ററാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വരില്ല. അപ്പോൾ അതാ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുള്ളത് നമ്മുടെ കേക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിലും മതി. അതിലേക്ക് നന്നായിട്ട് എണ്ണ ഒന്ന് തൂത്ത് കൊടുത്ത ശേഷം നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് മൈദ ഇട്ടിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണാണ് കേട്ടോ, വളരെ കുറച്ച് ബേക്കിംഗ് സോഡ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാനീര്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ നാരങ്ങാനീരാണ് ചേർക്കുന്നത്. അത് ചേർത്തിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം അത് നമുക്ക് കേക്കിലേക്ക് ഒഴിക്കാം. ഇനി നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ വേണമെങ്കിലും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഇത് ചേർത്ത ശേഷം ഒരുപാട് നേരം നമ്മൾ ബാറ്റർ പുറത്ത് വെക്കരുത്. അപ്പോൾ തന്നെ നമ്മളിത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം നമ്മുടെ മാവ് വേണ്ടിയിട്ട്, ഒരുപാട് ലൂസായി പോകരുത്. ഈ ഒരു കട്ടിയിൽ വേണം കേക്ക് ബാറ്റർ ഉണ്ടാവാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു വെള്ളം വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കേക്ക് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു വെള്ളം തീർന്നു പോകും. അപ്പോൾ ഇത്രയെങ്കിലും വെള്ളം വെക്കുക. ഇനി നമുക്ക് കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഇറക്കി വെക്കുമ്പോൾ ഇതൊന്ന് കവർ ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആവി അടിച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം നമ്മുടെ കേക്കിൻ്റെ ഉള്ളിൽ വീഴും. അപ്പോൾ ഞാനതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റാണ് നമ്മുടെ ഈ കേക്ക് വേകാൻ വേണ്ടിയിട്ട് എടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ 25 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങളിങ്ങനെ കവർ ചെയ്ത് വെക്കുമ്പോൾ എൻ്റെ പാത്രം ഇപ്പോൾ ചെറുതായതുകൊണ്ട് കണ്ടില്ലേ, ആ കേക്കിൻ്റെ മുകൾ ഭാഗം ആ അലുമിനിയം ഫോയിലിൽ തട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ മേളിലത്തെ ഭാഗം കുറച്ച് പോയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ കറക്റ്റ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റാണ്. ഇനി നമ്മുടെ കേക്കൊക്കെ നന്നായി തണുത്ത ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം. ഈ കേക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു.
വീട്ടിൽ നെയ്യ് വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരു ക്രീമായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അത് വെച്ചിട്ട് ഞാൻ ഈ കേക്ക് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും മെൽറ്റായി പോകാത്തൊരു ക്രീമാണ് ഇത്. ഒട്ടും തന്നെ മെൽറ്റ് ആവില്ല പുറത്തൊന്നും വെച്ചാൽ. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും അതുപോലെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ക്രീമും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടൊരു ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ, നോട്ടിഫിക്കേഷൻസിനൊക്കെ ആയിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്